Like a Hellcat. ഹായ് ഫ്രണ്ട്സ്, ലിസമാസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ പെട്ടെന്ന് ഒരു തട്ടുമുട്ട് പരിപാടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പെട്ടെന്ന് നമ്മൾ ചോറൊക്കെ കഴിച്ചങ്ങ് മടുത്തിരിക്കുകയാണല്ലോ അല്ലെ. എപ്പോഴും അങ്ങ് ചോറ് കഴിച്ചാലും നമുക്കൊരു വെറുപ്പ് തോന്നും. അപ്പൊ ഞാനിവിടെ ഇത് വലിയ വില കൂടിയ അരിയൊന്നുമല്ല കേട്ടോ, നമ്മൾ റേഷൻ കടയിൽ കിട്ടുന്ന വെള്ള അരി ഉണ്ടല്ലോ, അതാണിത്. അത് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് ഞാൻ വേവിച്ചു വെച്ചിട്ടുള്ളൂ. ഞാനിപ്പോ കുക്കറിലാണ് ഇട്ടത് കേട്ടോ. ഒരു 2 വിസിലടിച്ചപ്പോഴത്തേന് ഞാൻ എടുത്തു. നന്നായിട്ട് തന്നെ വെന്തിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്, അത് അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതല്ല 1 കപ്പ്, ഒരു ഹാഫ് ലെമൺ ജ്യൂസ്, ഇത് ഗ്രീൻ ചില്ലി ഗാർലിക്കും കൂടെ ഒന്ന് അരച്ചതാണ്. ഇത് സവാള, 2 സവാള എടുത്തിട്ടുണ്ട്. കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില എടുക്കാം. പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് വേണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. പിന്നെ ഒരു 2 ഏലക്കായ, കറുവപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം ഇവയൊക്കെ വേണം. അപ്പൊ ഞാനൊരു ഉരുളി എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഞാനൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഈ മസാലകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തക്കോലം, ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട. അത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പിന്നെ ഗ്രീൻ പീസ്, ഇതിലേക്ക് തന്നെ ക്യാരറ്റ്, ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിക്കാം. പച്ചക്കറിയൊക്കെ ഒരു 3/4 കുക്കായി വരണം. ഉള്ളിയും ഈ ഇട്ട പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഈ വെളുത്തുള്ളി പേസ്റ്റും കൂടെ കൊണ്ട് ചേർത്ത് കൊടുക്കും. പേസ്റ്റ് അല്ല കേട്ടോ, ഒന്ന് ചതച്ച് വെച്ചാണേ. നല്ല ഒരു ടേസ്റ്റ് ആണ് ഇങ്ങനെ ചേർക്കുമ്പോഴേ. നമുക്ക് നല്ലൊരു എരിവും ഒക്കെ കിട്ടും. നന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് ബിരിയാണി മസാല ഇടുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാലയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാമേ. ഒരു 2 സ്പൂണ് ചേർക്കുന്നുണ്ട്. 1 സ്പൂണ് പെപ്പർ പൗഡർ, ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ചോറിനകത്ത് മൊത്തത്തിൽ അങ്ങനെ മഞ്ഞ കളർ വേണമെങ്കിൽ ചോറ് വേവിക്കുമ്പോൾ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് ഒരു 3 മുട്ട ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പം ഒരു 3 മുട്ട ഇവിടെ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടി, അല്പം ഉപ്പ്, പിന്നെ ഒരു തുള്ളി മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ഉപ്പ് മാത്രം മതി. ഇത് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ അടിച്ചു വെച്ച മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഒരു അല്പം എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, മുട്ടയൊന്ന് അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. മുട്ടയൊക്കെ നല്ലതായിട്ട് കണ്ടോ, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കൂടെ ഇട്ട് കൊടുക്കാം. ചോറെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇപ്പൊ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം.
നല്ലതായിട്ടൊന്ന് ഇളക്കാവേ. അപ്പൊ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും എരിയൊക്കെ പാകത്തിനുണ്ട്. ഇത് നമുക്കിനി ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു തട്ടിമുട്ട സലാഡും കൂടെ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ടാണ് അരിഞ്ഞത്. കുറച്ച് സവാള, കുറച്ച് പച്ചമുളക്, അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും ഒഴിച്ച് കഴിക്കാം. അപ്പൊ നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പെട്ടെന്നുള്ള ഒരു ഫ്രൈഡ് റൈസും റെഡിയായി, പെട്ടെന്നുള്ള ഒരു സലാഡും റെഡി ആയിട്ടുണ്ട്. ഒരുപാടൊന്നും ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുമ്പോൾ ഒത്തിരി സാധനങ്ങളൊന്നും കാണത്തില്ലല്ലോ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസ് ആണ്. അതിന് ബസ്മതി അരി വാങ്ങാനൊന്നും പോകണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധാരണ അരി കൊണ്ട് തന്നെ നമുക്കൊരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ സാലഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഡിന്നറോ ലഞ്ചോ ഒക്കെ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.